പെട്ടെന്ന് ആ കാഴ്ച കണ്ടാൽ നമ്മളൊന്ന് അന്താളിച്ചു പോവുക തന്നെ ചെയ്യും. മായാവിക്കോട്ടകളെ അനുകരിക്കുന്ന ഒട്ടേറെ നിർമ്മിതികൾ. ഗോപുരങ്ങളുടെ സൂചികാഗ്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുഷ്പാലങ്കൃതമാണ്. സ്നേഹവും സഹാനുഭൂതിയും ഉറവെടുക്കുന്ന ഹൃദയമാണ് ഇവിടുത്തെ തീമുകളിൽ പ്രധാനം. ദുബായ് കാണാൻ വരുന്ന ഒരാൾക്ക് മിറാക്കിൾ ഗാർഡൻ മാത്രം കണ്ടാൽ തന്നെ ചെലവായ തുക വസൂലാകും എന്ന് പൊതുവിൽ പറയാറുണ്ട്. ഞങ്ങളിപ്പോൾ മിറാക്കിൾ ഗാർഡനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിലെ സുന്ദരമായ തെരുവീഥികളും റോഡുകളും താണ്ടി ഞങ്ങൾ ഏതാണ്ട് പാർക്കിങ്ങിനടുത്ത് എത്തിയിരിക്കുന്നു. 5 ലക്ഷം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു വിമാനം ഈ പൂന്തോട്ടത്തിലുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രാവണന്റെ പുഷ്പക വിമാനമാണ്. പേരിൽ മാത്രം പൂക്കളുള്ള രാവണന്റെ പുഷ്പക വിമാനം. സെൽഫിയോട് താല്പര്യമുള്ളവർ ഫോട്ടോയെടുത്ത് കുഴഞ്ഞു പോകും ഇവിടെ എത്തിയാൽ. പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് ദുബായ് മിറാക്കിൾ ഗാർഡൻ എന്നെഴുതി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഫോട്ടോ പോയിന്റിലാണ്. പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായി വലിയ പൂക്കൂടകൾ. ഉള്ളിലേക്ക് കടന്നാൽ തൊട്ട് മുന്നിൽ കാണുക 2 അശ്വമുഖങ്ങളാണ്. ഇവ ഒരു പ്രത്യേകതരം പുല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 72,000 സ്ക്വയർ മീറ്ററിലാണ് ഈ ലോകോത്തര പൂങ്കാവനം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 2025-26 സീസണിന് വേണ്ടി മിറാക്കിൾ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നത് 2025 സെപ്റ്റംബർ 29-നാണ്. 2026 മെയ് 31 വരെ പ്രവേശനം അനുവദിക്കും. 12 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് 100 ദിർഹമാണ് എൻട്രി ഫീസ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏതാണ്ട് 2,500 രൂപ. 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 85 ദിർഹമാണ് ഈടാക്കുന്നത്. ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഈ പൂന്തോട്ടത്തിൽ 150 മില്യൺ, അതായത് 15 കോടി പൂക്കളുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ ഒരു അത്ഭുത പ്രപഞ്ചം എന്നാണ് മിറാക്കിൾ ഗാർഡനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. ഫ്ലോറൽ സ്ട്രക്ചറുകളുടെ വൈവിധ്യമാണ് സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒരു ഘടകം. ഹൃദയരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച പൂക്കളുടെ ഇടനാഴി ഈ പൂന്തോട്ടത്തിലെ മാസ്റ്റർ പീസുകളിൽ ഒന്നായി കണക്കാക്കാം. ഇവിടെയൊക്കെയാണ് ആളുകൾ സെൽഫി എടുക്കുന്നതിനായി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ആവശ്യമായ രൂപങ്ങളെ നിർമ്മിച്ച് അവയെ ചെടി കൊണ്ട് പൊതിയുന്നതാണ് ഇവരുടെ നിർമ്മാണ രീതി. ഈ ചെടികളൊക്കെ പൂക്കുമ്പോഴാണ് രൂപങ്ങൾ മികവിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ടണൽ ഓഫ് അംബ്രല എന്ന കുടമാറ്റത്തിൻ്റെ ഒരു നിശ്ചല ദൃശ്യം നമുക്കിവിടെ കാണാനാകും. പല നിറങ്ങളിലുള്ള വർണ്ണക്കുടകൾ ഈ ടണലിനകത്ത് തൂക്കിയിട്ടിരിക്കുന്നു. നടന്ന് തളർന്നവർക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും ചെന്ന് പെടുക. എങ്ങോട്ട് നടക്കണം, എന്തൊക്കെ നോക്കണം, ഏതിൻ്റെയൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു അങ്കലാപ്പ്. പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിലായി ഒരു ഹൈ പോയിന്റ് ഉണ്ട്. സ്റ്റെപ്പുകൾ നടന്നു കയറിയിട്ട് വേണം അവിടെ എത്താൻ. ഇവിടെ കയറി നിന്നാൽ തോട്ടത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഭംഗിയായി ആസ്വദിക്കാൻ കഴിയും. പെട്ടെന്ന് ആ കാഴ്ച കണ്ടാൽ നമ്മളൊന്ന് അന്താളിച്ചു പോവുക തന്നെ ചെയ്യും. നിലത്ത് പറന്നിറങ്ങിയ പോലെ ഒരു പടുകൂറ്റൻ വിമാനം. എമിറേറ്റ്സ് ബോയിങ് 380 വിഭാഗത്തിൽപ്പെടുന്ന ആകാശപ്പറവയുടെ ഒരു മോഡലാണിത്. പുഷ്പമലയുടെ താഴ്വാരത്തിലായി ഒരു ഫ്ലോറൽ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ഘോഷയാത്രക്കായി അലങ്കരിച്ചു വെച്ച രഥത്തിൻ്റെ രൂപത്തിലുള്ള ഒരു നിർമ്മിതി മുന്നിൽ കാണാം. കറങ്ങിത്തിരിഞ്ഞ് പിന്നെയും ഞങ്ങൾ എമിറേറ്റ്സ് വിമാനത്തിൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നത്. ചിറകിൻ്റെ അടിവശത്തും വയറിൻ്റെ ഭാഗത്തും ഒഴികെ ബാക്കി എല്ലായിടത്തും പൂക്കളാണ്. നമ്മൾ നട്ടുപരിപാലിക്കുന്ന ചെടികൾ ഒരിക്കലും ഇങ്ങനെ പൂത്തു കാണാറില്ല. ഇവർക്ക് വല്ല മാന്ത്രിക വിദ്യയും വശമുണ്ടോ എന്ന് അറിയില്ല. തൊട്ട് മുന്നിൽ അതാ നിൽക്കുന്നു പുഷ്പഹൃദയവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ടെഡി ബെയർ. സ്നേഹവും സഹാനുഭൂതിയും ഉറവെടുക്കുന്ന ഹൃദയമാണ് ഇവിടുത്തെ തീമുകളിൽ പ്രധാനം.
കൂർത്ത കൊക്കുമായി ഒരു ഭീമൻ പക്ഷി ഇവിടെ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നുണ്ട്. സ്നാക്സ് വിൽക്കുന്ന സ്റ്റാളിന് കൂണിന്റെ രൂപമാണ് നൽകിയിരിക്കുന്നത്. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു തെരുവിലേക്കാണ് പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത്. പെട്ടെന്ന് ഒരു തീവണ്ടി ഞങ്ങളുടെ വശത്തുകൂടെ കടന്നുപോയി. ഇതിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും സഞ്ചരിക്കുന്നുണ്ട്. പടുകൂറ്റൻ മരത്തിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ ചെടികളാൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. വാൾട്ട് ഡിസ്നിയുടെ ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒട്ടേറെ കാഴ്ചകൾ ഇവിടെ കാണാം. മായാവിക്കോട്ടകളെ അനുകരിക്കുന്ന ഒട്ടേറെ നിർമ്മിതികൾ. ഗോപുരങ്ങളുടെ സൂചികാഗ്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുഷ്പാലങ്കൃതമാണ്. ഏറെ ആകർഷണീയമായ മറ്റൊരു ശില്പമാണ് ഡാൻസിംഗ് ലേഡി. പൂക്കളുടെ വർണ്ണപ്പാവാടി അണിഞ്ഞ അവർ നൃത്തം ചെയ്ത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 7 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ പൂന്തോട്ടം നനയ്ക്കുന്നതിനായി ഒരു ദിവസം വേണ്ടിവരുന്നത്. അത് കണ്ടെത്തുന്ന വഴിയാണ് ഏറെ കൗതുകകരം. നഗരത്തിലെ മലിനജലം സംസ്കരിച്ചാണ് അത് സാധ്യമാക്കുന്നത്. പൂന്തോട്ടം മുഴുവനായും കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ആദ്യം കണ്ട കുതിരത്തലയുടെ അടുത്തെത്തി. ദുബായ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല.